ന്യൂസ് അറ്റ് 9 സ്വാഗതം. ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തും സംഘർഷമാണ്, വടകരയിലും സംഘർഷമാണ്. രാഹുലിനെതിരെ കേസെടുക്കാത്തത് എന്തേ എന്നുള്ള ചോദ്യത്തിന് ഇത് ഉത്തരമായി. ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തതിനാണ് നടപടി. പുറത്തുവന്ന ശബ്ദ സന്ദേശവും ചാറ്റുകളും സൈബർ പോലീസ് അന്വേഷിക്കും. മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി നിയമ നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് കേസ്. ഇവിടെ പ്രശ്നം, സ്ത്രീപീഡന ആരോപണം നേരിടുന്ന നിരവധി രാഷ്ട്രീയക്കാർ കേരളത്തിലുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അവർക്കെതിരെയൊക്കെ സ്വീകരിച്ച നിലപാടാണോ രാഹുലിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? രാഹുലിനെ ന്യായീകരിക്കുകയല്ല, വിവാദങ്ങൾക്ക് പിന്നാലെയാണോ നമ്മുടെ നിയമ സംവിധാനം പോകേണ്ടത്? നീതി തുല്യമാകേണ്ടേ? പ്രതിപക്ഷ നേതാവിൻ്റെ ഭീഷണിയും 2 ദിവസമായി നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പൊങ്ങി വന്ന വിവാദം BJP നേതാവ് കൃഷ്ണകുമാറിനെതിരെയാണ്. സതീഷിൻ്റെ ആദ്യത്തെ ബോംബിൻ്റെ ഭാഗമാണോ ഇത് എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇവിടെയും പ്രശ്നം, ഈ സംഭവങ്ങളൊക്കെ നടന്ന കാലത്ത് 2015 നടന്ന ഒരു സംഭവമാണ്. അന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാരും ഇതറിഞ്ഞില്ലേ എന്നുള്ളതാണ്. അതായത് വിവാദങ്ങൾ വരുമ്പോൾ, ജനത്തിൻ്റെ അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിന് പിന്നാലെ പോകേണ്ടത് മാത്രമാണോ നമ്മുടെ നിയമ സംവിധാനവും രാഷ്ട്രീയവും? ഈ വിഷയമടക്കമുണ്ട് നമ്മുടെ 9 മണി വാർത്തയിൽ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. രാഹുലിനെ കുരുക്കാൻ പോലീസ്. ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിന് നടപടി. പുറത്തുവന്ന ശബ്ദ സന്ദേശവും ചാറ്റുകളും സൈബർ പോലീസ് അന്വേഷിക്കും. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഗൂഢാലോചന ഇല്ലെന്ന് നടി റിനി ആൻ ജോർജ്. വടകരയിൽ ഷാഫിക്കെതിരെ DYFI പ്രവേശനം. രാഹുലിനെതിരായ കേസ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ. ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. MLA സ്ഥാനം തുടരുമെന്നും പിണറായി. തിരിച്ചടിച്ച സതീശൻ. ലൈംഗിക ആരോപണം നേരിട്ട് ഇത്രയധികം നേതാക്കളെ സംരക്ഷിച്ച മറ്റൊരു മുഖ്യമന്ത്രി രാജ്യത്ത് ഉണ്ടാകില്ല. ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി. കണ്ണാടിയിൽ നോക്കിയാൽ മതി. നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാവും. കണ്ണാടി നോക്കണം. MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് രാഹുൽ എന്ന് KPCC അധ്യക്ഷൻ. കോൺഗ്രസിന് പിന്നാലെ BJP ആരോപണ കുരുക്കിൽ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയത് പാലക്കാട് സ്വദേശിനി. സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള കേസെന്ന് കൃഷ്ണകുമാർ. പരാതി പുറത്തുവിട്ടത് പാർട്ടി വിട്ടുപോയ അസുരവിത്തെന്നും ആരോപണം. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവിത്ത് തന്നെയാണ് കോടതി തള്ളിയ കേസെന്ന കൃഷ്ണകുമാറിന്റെ വാദം തെറ്റെന്ന് സന്ദീപ് വാര്യർ. ഒരു അന്വേഷണവും തന്റെ പേരിലില്ല. താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. ഒരു ഇരയ്ക്ക്, ഒരു അതിജീവിതയ്ക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓണം ഹിന്ദു ആഘോഷമാണെന്നും പങ്കെടുക്കരുതെന്നും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അധ്യാപികയുടെ സന്ദേശം. പരാതി നൽകി DYFI പ്രാദേശിക നേതാവ്. കുന്നംകുളം പോലീസ് കേസെടുത്തതിന് പിന്നാലെ അധ്യാപികയെ പുറത്താക്കിയെന്ന് മാനേജ്മെന്റ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്ന് മന്ത്രി. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പോലീസുകാരായ 5 പ്രതികളെയും വെറുതെ വിട്ട് കോടതി. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടത് വധശിക്ഷ റദ്ദാക്കി.
അന്വേഷണത്തിൽ CBIക്ക് വീഴ്ചയുണ്ടായെന്ന് വിധിന്യായത്തിൽ കോടതി. ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ലെന്ന് ഉദയകുമാറിന്റെ അമ്മ. ഇനി എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തരി, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ എല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു തരി, എന്തൊക്കെ ചെയ്യണം ഞാൻ. കൊച്ചിയിലെ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് തടഞ്ഞ കോടതി. പരാതിക്കാരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്നും കാറിൽ പിന്തുടർന്ന് ബിയർ കുപ്പി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും ലക്ഷ്മി. ഒപ്പമുണ്ടായിരുന്ന 2 പേർ അറസ്റ്റിൽ. ആലുവ സ്വദേശിയായ യുവാവിന് നേരെയുണ്ടായ ആക്രമണം ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയിൽ പങ്കുചേർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഒപ്പം കനിമൊഴിയും പ്രിയങ്കാ ഗാന്ധിയെ പിന്നിലിരുത്തി ബുള്ളറ്റിൽ സഞ്ചരിച്ച രാഹുൽ. ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അധിക ചുങ്കം പ്രാബല്യത്തിൽ. സ്വർണം, രത്നം, തുണിത്തരങ്ങൾ എന്നീ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വില വർദ്ധിക്കും. രാജ്യത്തെ ചെറുകിട കയറ്റുമതികളും തൊഴിലും പ്രതിസന്ധിയിലാകുമെന്ന് വിലയിരുത്തൽ. ചൈനയിലും ലാറ്റിൻ അമേരിക്കയിലും വെസ്റ്റ് ഏഷ്യയിലും പുതിയ വിപണി സാധ്യതയെറിഞ്ഞ് ഇന്ത്യ. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയുടെ കൊലപാതകത്തിൽ മൊത്തം ട്വിസ്റ്റ്. കൊലപാതകം ചെയ്തെന്ന് കുറ്റം സമ്മതിച്ച 3 പേർ. മൊഴികളിൽ എത്തും പിടിയും കിട്ടാതെ കുഴങ്ങി പോലീസ്. കോഴിക്കോട് 6 വർഷം മുമ്പ് യുവാവിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം സ്പോട്ട് ചെയ്ത് പോലീസ്. സരോവരത്ത് പരിശോധന. IPL കരിയറിന് വിരാമമിട്ട് മുൻ ഇന്ത്യൻ താരം രവിചന്ദർ അശ്വിൻ അവസാനമായി കളിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി. പ്രഖ്യാപനം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി. ഷാഫി പറമ്പിൽ MLA തടഞ്ഞതിനെതിരെ UDF നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞു. അക്രമാസക്തരായ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സമാനമായി വടകരയിലും KK രമ MLAയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. KK രമയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. വലിയ പ്രതിഷേധമാണ് അവിടെയും സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാഫി പറമ്പിൽ MLAയും DCC അധ്യക്ഷൻ പ്രവീൺ കുമാറും മറ്റും നേതൃത്വം നൽകിയ മാർച്ചിലും സംഘർഷം ഉണ്ടായി. തിരുവനന്തപുരത്ത് BB അരുണും കോഴിക്കോട് MS സനീഷ് കുമാറും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, വലിയ സംഘർഷമാണ് ഉണ്ടായത്. എന്താണ് തലസ്ഥാനത്ത് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. അവിടെ അവർ VD സദസ്യരായ പോസ്റ്റർ പതിച്ചിരുന്നു. അതിന് പകരമായി കഴിഞ്ഞ ദിവസം
മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി പോസ്റ്റർ പതിച്ചിരുന്നു. ഇന്ന് ആ വിഷയത്തിൽ മാർച്ച് നടത്തുമെന്നായിരുന്നു ആദ്യം അറിയിക്കുന്നത്. പിന്നീട് ഷാഫി പറമ്പിലിനെ വടകരയിൽ തടഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. പ്രവർത്തകർ വന്നപാടെ പോലീസിന് നേരെ തീപ്പന്തം എറിയുകയായിരുന്നു. തീപ്പന്തവുമായാണ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്ത് എത്തിയത്. തീപ്പന്തം പറഞ്ഞ പോലീസ് അവർക്ക് നേരെ ലാത്തിചാർജ് നടത്തുകയായിരുന്നു. ചിതറിയോടിയ പ്രവർത്തകർ പോലീസ് നേരെ കല്ലെറിഞ്ഞു. ഏറെ നേരം വലിയ സംഘർഷാന്തരീക്ഷം ഉണ്ടായി. ലാത്തിചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസുകാർക്കും പരിക്കുണ്ടെന്നാണ് സൂചനകൾ. പ്രവർത്തകർ പോലീസുകാരെ സംഘടിച്ച് തീപ്പന്തം പറയുകയും അതുപോലെ തന്നെ കല്ലേറ് നടത്തുകയും ചെയ്യുകയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെയും മറ്റ് CPM നേതാക്കളുടെയും ഒക്കെ ഫ്ലക്സ് ബോർഡുകൾ ജംഗ്ഷനിൽ നന്ദൻകോട് ജംഗ്ഷനിൽ വച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും സമരക്കാർ തീയിട്ടു. അതും പോലീസ് നേരെ വലിച്ചെറിയാൻ ശ്രമിച്ചു. തുടർന്നാണ് പോലീസ് വലിയ രീതിയിൽ പ്രവർത്തകർക്കെതിരെ നടപടിയുമായി പോയത്. ലാത്തിചാർജിൽ വനിതാ പ്രവർത്തകർ അടക്കം പരിക്കേറ്റിട്ടുണ്ട്. വനിതാ പോലീസ് ഇല്ലാതെ വനിതാ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായും സമരക്കാർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ അടക്കമുള്ള നേതാക്കളെ വഴി തടയുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഏറെ നീണ്ട സംഘർഷം അവസാനിപ്പിച്ച പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറെടുത്തത്. ഈ ഷാഫി പറമ്പിലിന്റെ MD മാത്രമേ നിങ്ങൾക്ക് തടയാനാകൂ, പക്ഷേ മുഖ്യമന്ത്രി മന്ത്രിമാരും അടക്കമുള്ളവരെ വഴി തടയുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വെല്ലുവിളി. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള സർക്കാർ നടപടി ഇപ്പോൾ നീക്കം നടക്കുന്നു. ഈ വിഷയങ്ങൾ തുടർച്ചയായി വലിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. UDF CPM കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടുന്നു. ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ വടകരയിൽ പ്രതിഷേധമുണ്ടാകുന്നു. അതിന്റെ ബാക്കി പത്രമാണ് ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിക്ക് മുന്നിൽ കണ്ടത്. അതാണ് സാഹചര്യം. വലിയ സംഘർഷം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഉണ്ടാകുന്നു. ഇന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ DYFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടായി. പരസ്പരം ചീത്തവിളിയും തർക്കങ്ങളുമായി. ഷാഫി കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണിപ്പോൾ ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ച്. ഒപ്പം കോഴിക്കോട്ടും സംഘർഷം വീണ്ടും വ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ സംഘർഷം മൂർച്ഛിക്കുകയാണ്. MS അനീഷ് കുമാർ കൂടി ചേരുന്നു. അനീഷ്, എന്താണ് ഇന്ന് വടകരയിൽ സംഭവിച്ചത്? രഞ്ജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷാഫി പറമ്പിൽ നീങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അദ്ദേഹത്തിന് പലപ്പോഴും കൃത്യമായി വിശദീകരണം നൽകാൻ കഴിയാതെ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യം. DYFI അദ്ദേഹത്തിൻ്റെ പരിപാടികളിലേക്ക് നിരന്തരം പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ചയും ഇന്ന് അത്തരത്തിലാണ്. ഉച്ചതിരിഞ്ഞ് വടകരയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി DYFI പ്രവർത്തകർ എത്തിയത്. ഉടൻ തന്നെ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഈ പ്രതിഷേധക്കാരോട് ക്ഷോഭിക്കുന്ന ഷാഫി പറമ്പിലിനെ നമ്മൾ കണ്ടു. നായി എന്ന് വിളിച്ചാൽ കേട്ടിരിക്കാനാവില്ല, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്ത തെറി വിളിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ഈ വടകര അങ്ങാടിയിൽ താൻ കാണും, ആരും ഭീഷണിപ്പെടുത്തി തന്നെ പിന്തിരിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അത് പിന്നീട് കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. DCC അധ്യക്ഷനും KPCC പ്രസിഡന്റ് അടക്കമുള്ളവരും ഈ ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന DYFI നിലപാടിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തുകയും നാളെ കോഴിക്കോട് ജില്ലയിൽ ഒന്നടങ്കം മണ്ഡലം കേന്ദ്രമാക്കി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഞാൻ പേരാമ്പ്രയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ വോട്ട് അധികാർ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മാർച്ച് അക്ഷരാർത്ഥത്തിൽ ഈ ഷാഫി പറമ്പിലുള്ള ഒരു പിന്തുണ പ്രഖ്യാപന ഒരു ജാഥയായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും അവിടെ വെച്ച് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുകയും ഒരു തരത്തിലും ഭയന്ന് പിന്മാറില്ല, തനിക്ക് മനസ്സിലാവുന്നില്ല തൻ്റെ പേരിൽ എന്തിനാണ് തനിക്ക് പിന്നാലെ സമരവുമായി കൂടിയിരിക്കുന്നത്, അതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എടുക്കാവുന്ന എല്ലാ തരത്തിലുമുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു കഴിഞ്ഞു, മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ നടപടിയെടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായ പാർട്ടിക്ക് ഒരു പൊടിവിള്ളി കിട്ടിയിരിക്കുകയാണ്. അത് പാർട്ടി പ്രവർത്തകരിൽ ആത്മവിശ്വാസം നിറച്ച് ഒരു പ്രതിഷേധത്തിലേക്ക് നീക്കാനാണ് ഇപ്പോൾ തീരുമാനം. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലും മറ്റുമൊക്കെ DYFIയുടേതായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ തകർക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും DYFIക്കെതിരായി ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് വൈകിട്ട് വടകര പോലീസ് സ്റ്റേഷനിലേക്ക് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആ മാർച്ചും നേരിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ഈ സംഘർഷത്തെ തുടർന്ന് KK രമ MLA അടക്കമുള്ളവർ വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിഷേധ
മുഖത്തേക്കാണ് വീണ്ടും വടകരയിലും കോഴിക്കോടും കാര്യങ്ങൾ നീങ്ങുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. തിരുവനന്തപുരത്തും വടകരയിലും സംഘർഷമാണ്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുന്ന പശ്ചാത്തലം. പോലീസ് പിടിച്ചുമാറ്റുന്നു. ഷാഫി പറമ്പിൽ MLA തടയുന്നു. വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തെ സംഘർഷഭരിതമാക്കുമെന്ന കാര്യം ഉറപ്പ്. ഇതിനിടെ വടകരയിൽ ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിനെതിരെ നാളെയും വ്യാപകമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് കോഴിക്കോട് DC അധ്യക്ഷന്റെ പ്രഖ്യാപനം. ഡിവൈഎഫ്ഐയുടെ സമരാഭാസമായിരുന്നു ഷാഫിക്കെതിരായി ഉപയോഗിച്ചത് മോശം പദങ്ങളാണെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ആഭാസകരമായ സമരരീതിയാണ് CPM ഇപ്പോൾ വടകരയിലും കോഴിക്കോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വടകര MP പങ്കെടുത്തൊരു പരിപാടിയിൽ CPMകാർ ഇരച്ചു കയറി. ഇന്നലെ രാത്രി ഭിന്നശേഷിക്കാരുടെ ഓണാഘോഷത്തിനായി വെച്ച ബോർഡുകൾ ഡിവൈഎഫ്ഐക്കാർ തച്ചു തകർത്തു. പാർട്ടി പരിപാടിയിൽ പങ്കെടുത്താൽ പോലും വടകര MPയെ തടയുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, അത് വേണ്ട, അത് നിർത്തിക്കോളൂ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ കളി തീക്കളിയാകും. നേതാക്കളുടെ ചരിത്രമൊക്കെ എടുത്ത് പലതും ഞങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും. പലതും ഞങ്ങൾ വിളിച്ചു പോവേണ്ടി വരും. പല നേതാക്കളുടെയും ചരിത്രത്തിൽ നിറം കറുപ്പാണ്. ഞങ്ങൾ വിളിച്ചു കൂവിയാൽ അന്തരീക്ഷം മലീസമാവും. പാർട്ടി പരിപാടിയിൽ വന്ന് MPയെ തടയാൻ വന്നാൽ അതൊരു യുദ്ധക്കളവുമാവും. നമുക്ക് ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്ക് ഒന്ന് പോകാം. ഷാഫി പറമ്പിലിന്റെ വാഹനം തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയ CPM ഗുണ്ടകളുടെ കാടത്ത് നടപടിയെന്നാണ് KPC അധ്യക്ഷന്റെ ഇന്നത്തെ പ്രയോഗം. ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം പോലീസ് നോക്കി നിന്നു. രാഹുൽ രാജിവെക്കാൻ ഷാഫിയാണോ തടയുന്നതെന്നും സണ്ണി ജോസഫ് ചോദിച്ചു. ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവാണ്, പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ അവഹേളിക്കാൻ, തടയാൻ CPM ശ്രമിച്ചത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിച്ചിലാണ്. ഷാഫി ആ വെല്ലുവിളി നേരിടുക തന്നെ ചെയ്തു. കാറിന്റെ ഡോറ് തുറന്ന് ഇറങ്ങി CPM അക്രമികൾക്ക് എന്താണ് തന്നെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ അവര് പിന്തിരിയുകയാണ് ചെയ്തത്. പോലീസ് ഈ കാര്യങ്ങളെല്ലാം നോക്കുകുത്തികളായിട്ട് ആസ്വദിക്കുകയായിരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും ഭീഷണിപ്പെടുത്തി അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താമെന്ന് CPM കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകണം. രാഹുലിനെതിരെ ഒടുവിൽ കേസ്. ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ക്രൈംബ്രാഞ്ച് ഇന്ന് കേസെടുത്തു. ക്രൈംബ്രാഞ്ച് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നതിനാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുലിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് കേസ്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശവും ചാറ്റുകളും പുറത്തു വന്ന സാഹചര്യത്തിൽ സൈബർ പോലീസ് ഇത് അന്വേഷിച്ചേക്കുമെന്നാണ് വിവരം. BB അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചേരാണ്. അരുണ്, ഇപ്പോൾ ഒടുവിൽ കേസെടുത്തിരിക്കുന്നു. പരാതികളില്ല, പക്ഷേ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തേ മതിയാവൂ. എന്തൊക്കെയാണ് നീക്കങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമില്ല, കേസുമില്ല. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാതിരിക്കാൻ കാരണമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഒരു നടപടിക്ക് തുടക്കമിടുകയാണ്. ഇന്ന് രാവിലെ ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. ഒരു ജനപ്രതിനിധി, ഒരു MLA, ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ധാർമ്മികമായ ചില കാര്യങ്ങളുണ്ട് പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക്, അതിനെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം ചോദ്യം ചെയ്യുന്ന നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായെന്ന രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞത് പരാതി കിട്ടിയാൽ നടപടിയുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ കേസെടുക്കേണ്ട, നിയമ നടപടികൾ സ്വീകരിക്കേണ്ട വഴികൾ സർക്കാർ നോക്കുന്നുണ്ട്, പോലീസ് നോക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ദുർബലമായ വകുപ്പുകളാണ് ആദ്യഘട്ടത്തിൽ ചുമത്തുക എന്നറിയുന്നു, സ്ത്രീകളെ ശല്യപ്പെടുത്തടക്കമുള്ള വകുപ്പുകൾ. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പരാതിയുള്ളവർക്ക് പരാതിയുമായി വരാൻ ഒരു കാരണവശാലും അവർ ഭയപ്പെടേണ്ട.
സർക്കാർ സംരക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അന്വേഷണ സംഘമുണ്ട്, അവിടെ പരാതിയുമായി എത്താം എന്നൊരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും സർക്കാരും നൽകുന്നത്. വലിയ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് വരുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പല വിവരങ്ങളും തനിക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറയാൻ പറ്റാത്ത വിവരങ്ങൾ തനിക്കുണ്ട്, തൻ്റെ ഓഫീസിലുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഗുരുതര സ്വഭാവമുള്ള പരാതികൾ വരുമെന്ന് സർക്കാർ ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു അന്വേഷണ സംഘത്തെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചല്ല അന്വേഷണം, ക്രൈംബ്രാഞ്ചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിഭാഗമാണ് അന്വേഷിക്കുക. അതായത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പരാതികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് പരാതികൾ ഉള്ളതായി പോലീസിന് വിവരം ലഭിക്കും. സ്ത്രീകൾ വെളിപ്പെടുത്തൽ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് പോലീസ് കരുതുന്നു. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനും അവരുടെ മൊഴി രേഖപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അതിനുശേഷം വേണ്ടി വന്നാൽ ഗുരുതരമായ വകുപ്പുകൾ തന്നെ പാലക്കാട് MLA-ക്കെതിരെ ചുമത്താനാണ് ഇപ്പോൾ പോലീസിന്റെ ആലോചന. അതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘത്തിന് രൂപം ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിക്കൊണ്ട് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടം തള്ളിപ്പറയുന്നില്ല. ഇന്നും KPCC അധ്യക്ഷൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്, നടപടി എടുത്തു കഴിഞ്ഞു, ഇനി രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, അത് ആവശ്യപ്പെടാൻ പാർട്ടിക്ക് കഴിയില്ലെന്ന വിചിത്രമായ ഒരു വാദമാണ് KPCC അധ്യക്ഷനെന്ന് മുന്നോട്ട് വച്ചത്. വേണമെങ്കിൽ രാഹുൽ രാജിവെക്കാമെന്ന സന്ദേശം കൂടി അതിലുണ്ട്. രാഹുലിനെതിരെ നടപടി ഉണ്ടായാൽ, കേസുണ്ടായാൽ, പരാതികൾ വന്നാൽ കോൺഗ്രസ് നേതൃത്വം ഈ നിലപാട് മാറ്റിപ്പറയാൻ തന്നെയാണ് സാധ്യത. രൂക്ഷ വിമർശനം ഇന്ന് BJP-യും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി. ഷാഫി പറമ്പിലിനെതിരെ വടകരയിൽ DYFIയുടെ പ്രതിഷേധമുണ്ടായി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വിഷയം അക്ഷരാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിയുമായി പോലീസും സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ എത്ര നാൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ മുഖ്യമന്ത്രി പറഞ്ഞത് എത്ര നാൾ നിർത്താൻ കഴിയുന്ന ചോദ്യമാണ്. അതൊരു വസ്തുതയാണ്. എത്ര നാൾ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിലനിർത്താൻ കോൺഗ്രസിന് കഴിയും എന്നാണ് അറിയേണ്ടത്. ശക്തമായ പരാതിയുമായി ആരൊക്കെ വൈകാതെ രംഗത്ത് വരുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. അതാണ് സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്തിരിക്കേണ്ടെന്ന അഭിപ്രായം പിണറായി വിജയൻ പങ്കുവച്ചതിന് പിന്നാലെയാണ് കേസെടുത്തത്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്ന് ഇന്ന് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2-2.5 മാസത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി ആഞ്ഞടിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക. അങ്ങനെ ഒരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ? ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്. പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണുണ്ടാവുക. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി ഇന്ന് പ്രതിപക്ഷ നേതാവ് നൽകി. അതായത് പീഡന കേസിൽപ്പെട്ട മന്ത്രിമാരെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു, പരാതി നൽകി നേതാവിനെ സൈഡ് ലൈൻ ചെയ്തു, ആരോപണ വിധേയനെ തൊട്ടടുത്തിരുത്തി, ഒപ്പം ലൈംഗിക അധിക്ഷേപം നേരിട്ട ഇത്രയധികം നേതാക്കളെ സംരക്ഷിച്ച മറ്റൊരു മുഖ്യമന്ത്രി രാജ്യത്തില്ല എന്നും സതീശൻ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത്. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് വേണം വേണ്ടത് ചെയ്യാൻ എന്നെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഉപദേശത്തിന് നന്ദി. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല, ഒരു FIR ഇല്ല, ഒരു കേസുമില്ല. പക്ഷെ ധാർമ്മികതയുടെ പേരിൽ, സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു. ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിർത്തി. എൻ്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ബാക്കി 4 വിരലും
അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. CPM-ലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണം ഉന്നയിച്ച പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട ആൾ അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട്. ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. വളരെ മുതിർന്ന നേതാവ്, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ് ഈ പരാതി കൊടുത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ച ആളെ തൊട്ടടുത്ത് ചേർത്തിരുത്തി. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, എല്ലാവരുടെയും പേര് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ആവശ്യത്തിൽ ഇന്ന് പുതിയ നിലപാടാണ് KPCC അധ്യക്ഷൻ സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി തീരുമാനിക്കേണ്ടത് രാഹുൽ തന്നെയാണ് എന്നാണ് നിലപാട്. പാർട്ടിക്ക് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന വാദവും KPCC അധ്യക്ഷൻ മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. രാജി തീരുമാനിക്കേണ്ടത് വ്യക്തിയാണ്. MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്കല്ല വ്യക്തിക്കാണ്. MLA സ്ഥാനം കൊടുക്കുന്ന ജനങ്ങളാണ്, ടിക്കറ്റ് കൊടുക്കുന്നതാണ് പാർട്ടി, ജയിപ്പിക്കുന്ന ജനങ്ങളാണ്. അങ്ങനെ രാജിവെച്ചാൽ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ അത് തിരികെ കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നോമിനേറ്റഡ് പോസ്റ്റല്ല, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോസ്റ്റാണ്. CPM-ന്റെ ശബ്ദമല്ല, മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാം, മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാം. ആരോപണക്കുരുക്കിൽ BJP. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ BJP-യിലും ലൈംഗിക പീഡന പരാതി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് സ്വദേശിയായ യുവതിയാണ് സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകിയത്. എന്നാൽ പരാതി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ VV അരുൺ പങ്കുവെക്കും. അരുണ്, പരാതി നിലനിൽക്കുന്നതല്ല എന്നും അത് പഴയ പരാതിയാണ് എന്നും സ്വത്ത് തർക്കമാണ് ഈ വിഷയത്തിന് പിന്നിലെന്നുമാണ് കൃഷ്ണകുമാറിന്റെ വിശദീകരണം. ഒപ്പം BJP വിട്ടുപോയ ഒരു അസുരവിത്തിനെ കുറിച്ചും പരാമർശിച്ചു. ഇത് ഏതെങ്കിലും തരത്തിൽ സതീശന്റെ ബോംബായി വ്യാഖ്യാനിക്കാമോ? ശരി, എന്നാൽ C കൃഷ്ണകുമാർ അരുണിലേക്ക് വരാം. പരാതി തള്ളി, പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നും കോടതി തള്ളിയ കേസാണെന്നുമാണ് വിശദീകരണം. പരാതി പുറത്തു വന്നതിന് പിന്നിൽ സന്ദീപ് വാര്യരാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണത്. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും, എനിക്ക് എൻ്റെ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവിത്ത് തന്നെയാണ് ഇതിന് പറഞ്ഞത്. C കൃഷ്ണകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും രംഗത്ത് വന്നു. കൃഷ്ണകുമാറിനെതിരായ ആരോപണം വർഷങ്ങളായി BJP നേതാക്കൾക്ക് അറിയാവുന്നതാണ്. തനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ BJP പുറത്തുവിടട്ടെ എന്നും വാര്യർ വെല്ലുവിളിച്ചു. എങ്ങനെയാണ് കോടതി കുറ്റകൃത്യമാക്കുന്നത് വീഡിയോ വെച്ചാൽ പറഞ്ഞു അല്ല പോലീസാണ് അന്വേഷിച്ച് ഒഴിവാക്കിയത്. എന്നാൽ കൃഷ്ണകുമാർ ഇന്ന് വിശുദ്ധനാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, രാജ്യത്തിന്റെ കൃഷ്ണകുമാറിന്റെ പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. പാലക്കാട് SP-ക്ക് ഫോർവേഡ് ചെയ്തു. അതിന്റെ അന്വേഷണം പാലക്കാട് SP ഓഫീസിൽ നടന്നു വരികയാണ്. അത് കൃഷ്ണകുമാർ അറിയാത്തതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. 22 ഏപ്രിൽ 2025 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡയറക്ടർ പാർത്ഥിവൻ അയച്ചിട്ടുള്ള അക്നോളജ്മെന്റ്, അതിന്റെ കോപ്പി എന്റെ കയ്യിൽ. ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഇത് മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ മറ്റ് ആക്ടിവിറ്റീസ് സംബന്ധിച്ച അന്വേഷണവും നടത്തി. അപ്പൊ ഒരു അന്വേഷണവും തന്റെ പേരിലില്ല. താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. ഒരു ഇരയ്ക്ക്, ഒരു അതിജീവിതയ്ക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ
ഇവിടെ ഈ പറയുന്ന വിവാദം പറയുന്നത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ്, സന്ദീപിന്റെ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നു. ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ഏപ്രിൽ മാസത്തിൽ ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത്. കൃഷ്ണകുമാറിന്റെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല. ഇടവേള. ഉരുട്ടിക്കൊലക്കേസിൽ കോടതി പറഞ്ഞത് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഒന്നാം പ്രതിയുടെ വധശിക്ഷയും റദ്ദാക്കി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബത്തിന് നിയമസഹായം നൽകുന്ന തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ PK രാജു പ്രതികരിച്ചു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പ്രമാദമായ കേസാണ്. 2005 സംഭവിച്ച ഒരു വിഷയം 20 വർഷത്തിന് ശേഷം ഇപ്പോൾ കോടതിയുടെ പ്രധാനപ്പെട്ട വിധി വരുന്നു. എന്തോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഈ നിരീക്ഷണം? 2005 നടന്ന തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് ഏറെ രാഷ്ട്രീയമായും അല്ലാതെയും തന്നെ കോളിളക്കമുണ്ടാക്കിയ കേസാണ്. ഈ കേസിലെ മുഴുവൻ പ്രതികളെയുമാണ് ഹൈക്കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. CBI കോടതി ശിക്ഷയ്ക്ക് വിധിച്ച മുഴുവൻ പേരും അവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടാണ് കോടതി അവരെ വെറുതെ വിട്ടിരിക്കുന്നത്. കോടതി ഇതിൽ നടത്തിയ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് CBI നടത്തിയ അന്വേഷണം, അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ രീതികൾ, ഇതൊന്നും തന്നെയും ശരിയായ രീതിയിലുള്ളതായിരുന്നില്ല. തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള കണ്ടെത്തലുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI നടത്തിയതെന്ന് നിശിതമായ വിമർശനത്തോടു കൂടിയാണ് മുഴുവൻ പ്രതികളെയും ഇപ്പോൾ വെറുതെ വിടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതിൽ പോലീസുകാരനായ K ജിതകുമാറിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നതാണ്. ഈ വധശിക്ഷ അടക്കം റദ്ദ് ചെയ്തിട്ടുണ്ട്. DYSP ആയിരുന്ന അജിത് കുമാർ, SP മാരായിരുന്ന EK സാബു, TK ഹരിദാസ് എന്നിവരെയാണ് ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV വിജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. ഇതിൽ നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്ന രണ്ടാം പ്രതി ശ്രീകുമാർ 2020 മരിച്ചിരുന്നു. അങ്ങനെ ഈ പ്രതികളെ മുഴുവൻ പേരെയും തന്നെയും കുറ്റവിമുക്തരാക്കുന്ന ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറെ വിവാദമായിരുന്ന സംഭവമായിരുന്നു ഇത്. 2005 സംഭവിച്ചിരുന്നത്. ആക്രി കച്ചവടക്കാരനായിരുന്ന ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് അവിടെ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ശരീരത്തിലൂടെ ഉരുട്ടി ശരീരത്തിൽ ആ രീതിയിലുള്ള ഒരു മർദ്ദനമെല്ലാം തന്നെ അഴിച്ചുവിടുകയും ചെയ്തു. തുടയിലെ ഞരമ്പുകൾ പൊട്ടിയാണ് ഉദയകുമാറിൻ്റെ മരണം സംഭവിച്ചതെന്നടക്കമുള്ള വളരെ ഗുരുതരമായ കണ്ടെത്തലുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് CBI കോടതി വളരെ കടുപ്പമുള്ള ശിക്ഷ തന്നെ ഇവർക്കെല്ലാം തന്നെ വിധിച്ചത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഈ കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഇത് വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങളടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയത് പ്രോസിക്യൂഷൻ നടപടികളും ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി മുഴുവൻ പേരെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ വൈകാരികമായാണ് ഉദയകുമാറിൻ്റെ അമ്മ പ്രഭാവതി പ്രതികരിച്ചത്. തൻ്റെ മകനെ പച്ചയ്ക്ക് തിന്നവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്നും ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ല എന്നും ആ അമ്മ പറഞ്ഞു. ഇനി എന്തൊക്കെ ചെയ്യണം നിങ്ങൾ പറഞ്ഞു തരി, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ എല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു തരി, എന്തൊക്കെ ചെയ്യണം. ഞാൻ എനിക്ക് തോന്നണില്ല ഈ കുടുംബരോഗി എന്തൊരു മായം കാണിച്ച് ആരെ വല്ലതും ചെയ്തു വെച്ച് എന്നെ ചെയ്തു വെച്ചോ അല്ലെ ആരെങ്കിലും ചെയ്തു വെച്ച് ഇവൻ വെളിയിൽ ഇറങ്ങാന്ന് എനിക്കറിഞ്ഞൂടാ. കേരള മനസാക്ഷി ഞെട്ടിക്കുകയും പല കാലങ്ങളിലായി നിരന്തരം വാർത്തയാവുകയും ചെയ്താണ് ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ്. ഈ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളെ അടക്കമാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടത്. എന്താണ് കേസെന്നും കേസിന്റെ നാൾ വഴികളും നോക്കാം. 2005 സെപ്റ്റംബർ 27 പകൽ 2 മണിക്ക് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നാണ് അന്നത്തെ ഫോർട്ട് CI EK സാബുവിന്റെ പ്രത്യേക സ്ക്വാഡ് മോഷണക്കുറ്റം ആരോപിച്ച് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആക്രിക്കടയിലെ ജീവനക്കാരനായിരുന്ന ഉദയകുമാറിന് നേരെ മാരകമായ 3ാം മുറ പോലീസ് പ്രയോഗിച്ചു. പോലീസുകാരായ ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് GI പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിക്കുകയും
ഉരുട്ടുമുറ പ്രയോഗിക്കുകയും ചെയ്തു. കൊടിയ പീഡനത്തെ തുടർന്ന് രാത്രി 8 മണിയോടെ ഉദയകുമാർ മരിച്ചു. തുടർന്ന് SI അജിത് കുമാറും CI EK സാബുവും ചേർന്ന് ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ചാർജ് ചെയ്തു. പ്രതികൾ തയ്യാറാക്കിയ FIR ASI രവീന്ദ്രൻ നായർക്കും ഹീരാലാലിനും കൈമാറി. റൈറ്റർ മധുസൂദനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡും തയ്യാറാക്കി. പീഡനത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം മാറ്റി. വഴിയരികിൽ പരിക്കേറ്റ് കിടന്ന ഉദയകുമാറിനെ രാത്രി 8 മണിയോടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നുവെന്ന രേഖകളുണ്ടാക്കി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മരണത്തിന്റെ 3-ാം ദിനം RDOയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനത്തിന്റെ ഭീകരത പുറത്തുവന്നു. 2005 ഒക്ടോബർ 5-ന് ഉരുട്ടിക്കൊലക്കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 2007 ഒക്ടോബർ 17-ന് അന്വേഷണം CBIയും ഏറ്റെടുത്തു. വിചാരണയ്ക്കിടയിൽ പല സാക്ഷികളും കൂറുമാറി. കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 5 പോലീസുകാരിൽ K ജിതകുമാറിനും SV ശ്രീകുമാറിനും 2018 ജൂലൈ 25-ന് വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരടക്കം 5 പ്രതികളെയുമാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടത്. റിസർച്ച് ഡെസ്ക് ന്യൂസ് 18. തോട്ടപ്പള്ളിയിൽ പോലീസിന് കൺഫ്യൂഷൻ. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തെ കുഴക്കി പ്രതികൾ. കൊലപാതകം നടത്തിയത് താണെന്ന നിലപാടിലാണ് സൈൻലാബ്ദീൻ. എന്നാൽ തലയണ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് ഭർത്താവല്ല താനെന്നാണ് അനീഷയും ആവർത്തിക്കുന്നത്. ബലപ്രയോഗത്തിനിടെ കഴുത്ത് ഞെരിച്ച് വന്ന് ആദ്യം അറസ്റ്റിലായ അബൂബക്കറും മൊഴി നൽകിയതോടെ മരണം എങ്ങനെയെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. ഇതിനിടെ വയോധിക കൊല്ലപ്പെട്ടത് പുറം ലോകം അറിയുന്ന 2 മണിക്കൂർ മുൻപ് മരണവിവരം അബൂബക്കർ മറ്റൊരാളോട് പങ്കുവച്ചുവെന്ന മൊഴിയും പോലീസിന് ലഭിച്ചു. ശരണ്യ സ്നേഹനുണ്ട്. ശരണ്യ, എന്താണ് യഥാർത്ഥത്തിൽ പോലീസിന്റെ ഇപ്പോഴത്തെ വഴി? കാരണം മൊഴികളെല്ലാം കൺഫ്യൂസിംഗ് ആണ്. എങ്ങനെയാണ് നീങ്ങുന്നത് പോലീസ്? നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ 3 പേർ ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഈ വയോധിക താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയിൽ ജീവനക്കാരനായി ഉണ്ടായിരുന്ന അബൂബക്കർ എന്ന വ്യക്തിയാണ് കൊലപാതകം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് അബൂബക്കർ അല്ല, സൈൻലാബ്ദീൻ ഒപ്പം തന്നെ അനീഷ എന്നീ ദമ്പതികൾ ചേർന്നാണ് കൊല നടത്തിയതെന്നും പോലീസിന് പിന്നീട് തിരുത്തേണ്ടതായി വരികയും ചെയ്തു. അവർ പോലീസിന് കൊടുക്കുന്ന വ്യത്യസ്തമായ മൊഴികളാണ് പോലീസിനെ കുഴക്കുന്നത്. അതായത് സൈൻലാബ്ദീൻ പറയുന്നത് തലയണ ഉപയോഗിച്ച് വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് താനാണ്. എന്നാൽ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അനീഷയും നൽകുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആരാണ് കൃത്യം ചെയ്തതെന്നുള്ള ഒരു കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായി പോലീസിന് കഴിയുന്നില്ല. അബൂബക്കർ, അതായത് ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ വയോധികയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അബൂബക്കർ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വയോധികയുമായി അരമണിക്കൂറിലേറെ ദൈർഘ്യമേറിയ ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വീട്ടിലേക്ക് വരുന്ന കാര്യം അവർ നിരസിച്ചിരുന്നു. തുടർന്നാണ് അത്തരത്തിൽ വീടിനകത്തേക്ക് താൻ ബലം പ്രയോഗിച്ച് കയറി എന്നുള്ള രീതിയിലുള്ള മൊഴി അയാൾ നൽകിയിട്ടുണ്ട്. ബലാത്കാരം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബലാത്കാരത്തിനിടയിൽ കഴുത്തിന് പിടിച്ചു എന്നുള്ള വിവരം ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കൃത്യമായി ഇൻവോൾവ് ആയത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിൽ തന്നെ അബൂബക്കർ പറഞ്ഞതായിട്ടുള്ള ഒരു നിർണായക മൊഴി കൂടി ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ മരണവിവരം പുറത്തറിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടുകൂടി അയാൾ എത്തിയ തോട്ടപ്പള്ളിയിലെ ഒരു വീട്ടിൽ വെച്ച് ഈ വയോധിക വീട്ടിൽ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ആ വീട്ടിലുള്ളവരോട് പങ്കുവച്ചു എന്നുള്ളതാണ്. മോഷണ ശ്രമമാണ് അനീഷയുടെയും സൈൻലാബ്ദിന്റെയും ലക്ഷ്യമെന്ന് പറയുമ്പോൾ പോലും ഈ മരണപ്പെട്ട സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന വള ഉൾപ്പെടെ അവർ ഊരിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ ഇന്ന് അബൂബക്കറിന് ആലപ്പുഴ കോടതി ജാമ്യം അനുവദിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോഴും അനീഷയും സൈൻലാബ്ദിനും തങ്ങൾ തന്നെയാണ് കൊലപ്പെടുത്തിയെന്നതും കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് തങ്ങളാണെന്ന് ഓരോരുത്തരും ഏറ്റുപറയുകയും അത് വ്യത്യസ്തമായ മൊഴികൾ നൽകുന്നത് പോലീസിനെ കുഴയ്ക്കുകയും ചെയ്യുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ട്രംപിന്റെ നികുതി അധിക താരിഫ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 50% അധിക നികുതി ചുങ്കം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സ്വർണം, രത്നം, തുണിത്തരങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് അമേരിക്കയിൽ വില വർദ്ധിക്കും. റഷ്യ ഇന്ത്യ എണ്ണ വാങ്ങുന്നതിലാണ് ട്രംപിൻ്റെ പ്രതികാര നടപടി. അതേസമയം മറ്റ് പല മാർഗങ്ങൾ തേടി ഇന്ത്യ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. അത്തരം ചില പദ്ധതികൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, 40ഓളം സ്പോട്ടുകൾ രാജ്യങ്ങൾ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ
അമേരിക്കയുമായി ബന്ധപ്പെട്ട കയറ്റുമതിയുടെ ഭാഗത്ത് ഇപ്പുറത്ത് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന മാർഗം. മറ്റൊരു അനുരഞ്ജനത്തിനും വേണ്ടി തയ്യാറാകുന്നില്ല. ട്രംപ് ഫോൺ വിളിച്ചിട്ട് പോലും മോദി എടുത്തില്ല എന്നുള്ള വിവരങ്ങളുടെ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ മുതലാണ് അധിക തീരുവ ട്രംപ് ഇന്ത്യക്ക് എതിരെ ചുമത്തിയ അധിക തീരുവ നിലവിൽ വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു തീരുമാനം വന്നതോടുകൂടി തന്നെ ഇന്ത്യ മറ്റു വഴികൾ തേടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അമേരിക്കയ്ക്കപ്പുറം പുതിയ രാജ്യങ്ങളിലേക്ക് വിപണി കണ്ടെത്തുക, അവിടേക്ക് കൂടുതൽ കയറ്റുമതി നടത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പുതിയ പദ്ധതി. ഇതിനു വേണ്ടിയിട്ട് 40 രാജ്യങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൽ UK ഉണ്ട്, ജർമ്മനി ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ഓസ്ട്രേലിയ, റഷ്യ, മെക്സിക്കോ, കാനഡ തുടങ്ങി UAE, ടർക്കി തുടങ്ങി പ്രധാനപ്പെട്ട 40 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് നീക്കം നടത്തുന്നത്. അതിനായി ഇന്ത്യയുടെ നിലവിൽ തുണിത്തരങ്ങൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് അങ്ങോട്ട് കയറ്റി അയക്കാനായിട്ട് എക്സ്പോർട്ടേഴ്സിനോട് രാജ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഈ രാജ്യങ്ങളിലേക്ക് കൂടുതൽ കയറ്റുമതി നടത്തുക, മാത്രമല്ല ഈ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന കയറ്റുമതി വളരെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കയറ്റി അയക്കുക, അതും കൃത്യമായ രീതിയിൽ കയറ്റി അയക്കുക. അങ്ങനെ അവരുടെ ആ രാജ്യത്തെ വിപണി പിടിച്ചടക്കാനാണ് ഇന്ത്യ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിൽ സൂറത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രത്നങ്ങൾ പോളിഷ് ചെയ്ത് മറ്റൊരു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ അധിക നികുതി ചുമത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കപ്പെടുന്ന രത്നങ്ങൾക്ക് വില വളരെയധികം കൂടുകയും അവിടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ 1,70,000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് ഇവിടെ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ സർക്കാർ ഈ സൂറത്ത് അടക്കമുള്ള ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളിൽ സാമ്പത്തികമായ സഹായം നൽകാനുള്ള ഒരു തീരുമാനം കൂടി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരും. അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യയിൽ വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. എന്നാൽ ആ പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കയ്ക്ക് പകരം കൂടുതൽ ചൈന അടക്കമുള്ള വലിയ രാജ്യങ്ങളിലേക്ക് കൂടുതൽ കയറ്റുമതി നടത്താനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. രഞ്ജിത്ത്, അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതെന്ന് രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശമിട്ട അധ്യാപികയെ പുറത്താക്കി. സ്കൂൾ മാനേജ്മെന്റാണ് ഈ നടപടിയെടുത്തത്. ആരുടെയും നിർദ്ദേശപ്രകാരമല്ല അധ്യാപിക സന്ദേശം അയച്ചതെന്നാണ് തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലും ഇംഗ്ലീഷ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ അധ്യാപികയുടെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മാതാപിതാക്കൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഓഡിയോ സന്ദേശം എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഓണം ഹിന്ദുക്കളുടെ ഉത്സവമാണ്, അതുകൊണ്ട് നമ്മൾ അത് ആഘോഷിക്കേണ്ട കാര്യമില്ല, അത് ആഘോഷിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ആചാരവുമായി നമ്മൾ ചേർന്ന് പോകുന്ന രീതിയിലേക്ക് വരും, അതിൻ്റെ ആവശ്യമില്ല. ഒപ്പം തന്നെ ഇസ്ലാം മതവിശ്വാസികൾ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന വിവാദമായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്തായാലും ഈ ഓഡിയോ സന്ദേശത്തിനെതിരെ ഡിവൈഎഫ്ഐ പരാതിയുമായി കുന്നംകുളം പോലീസിനെ സമീപിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആ സ്കൂള് ഇക്കൊല്ലം പുതിയ ഒരു മാനേജ്മെന്റ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവിടെ എന്താണ് അവർ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിവില്ല. എന്നിരുന്നാലും പറയാണ്, ഇപ്പൊ കിട്ടിയ അറിവ് പ്രകാരം കുറച്ച് രക്ഷിതാക്കളെ എന്നെ വിളിച്ചിരുന്നു. ഈ സ്കൂൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി
ഈ സ്കൂൾ ആരംഭിച്ച കാലഘട്ടം മുതൽ ഒരു മതപരമായിട്ടുള്ള ഒരു ആചാരം പോലെയാണ് ഇപ്പോൾ ആ സ്കൂളിലെ വിദ്യാഭ്യാസം പോകുന്നത് എന്നുള്ള ചെറിയൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ അധ്യാപികയുടെ ഈ ഒരു ഓഡിയോ സന്ദേശത്തെ തള്ളിക്കൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. ടീച്ചർ പറഞ്ഞത് ടീച്ചറുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ്. ഈ മാനേജ്മെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല എന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളൊരു അധികാരം ആർക്കും കൊടുത്ത ആ വോയിസ് വന്നപ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിക്കും. എന്ത് നിരുത്തരവാദിത്വ നടപടിയാണെന്ന് മാനേജ്മെന്റ് അത് തീരുമാനിക്കും. അവർക്ക് വേണ്ട അവരോട് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി വോയിസ് കേട്ടാൽ മനസ്സിലാവും. ഈ മാനേജ്മെന്റ് വർഷം ഓണം സെലിബ്രേഷൻ കുറച്ച് ഞങ്ങൾ ഈ വർഷം പുതിയ മാനേജ്മെന്റ് മാറിയതാണ്. അപ്പൊ സാമ്പത്തിക പ്രയാസം കാരണം മിനിമൽ സെലിബ്രേഷൻ ഓരോ കുട്ടികളിലേക്കൊന്നും ഒരു ചെറിയ ഫണ്ട് കളക്ട് ചെയ്ത് ഭക്ഷണം അതുപോലെ പൂക്കള മത്സരം ഇതൊക്കെ ആയിട്ട് ഒരു മിനിമൽ സെലിബ്രേഷൻ എന്നുള്ള രൂപത്തിലാണ് എന്നാണ് അത് പറയുന്നത്. മാനേജ്മെന്റ് തീരുമാനം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ വ്യക്തിപരമാണെന്നുള്ളതും ലാസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം, സ്കൂൾ അറിയാതെ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് അറിയാതെ ഒരു അധ്യാപികയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശം മാതാപിതാക്കളുടെ ഗ്രൂപ്പുകളിൽ ഇടാൻ കഴിയുമോ എന്നതാണ്. എന്തായാലും ഈ അധ്യാപികയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവും ഉന്നയിക്കുകയാണ്. സ്കൂളിൽ നിന്നും പുറത്താക്കി, ഈ അധ്യാപികയെ പുറത്താക്കിയെന്ന് മാനേജ്മെന്റ് പറയുമ്പോൾ പോലും ഇവർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഇടപെടുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. മലപ്പുറം തിരൂർ ബീരാഞ്ചിറയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പുറത്തൂർ സ്വദേശികളായ മൂവാസ്, അബ്ദുൽ സലാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ടൗണിലെത്തിയ സമയത്ത് നായ കുറുകെ ചാടുകയും തുടർന്ന് ബ്രേക്ക് ഇടുകയുമായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. സ്കൂട്ടർ മറിഞ്ഞു. പ്രദേശത്ത് നിരന്തരമായി തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുകയും ചെയ്തു. വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് ഉണ്ട്, നമ്മുടെ വൈറൽ കട്ട്സ്. ഫ്രാൻസിൽ കാട്ടുതീ പടരുന്ന പശ്ചാത്തലമുണ്ട്. ഫ്രാൻസിലെ തടാകത്തിൽ വെള്ളം ശേഖരിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്യുന്ന മറിയ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വൈറൽ കട്ട്സിൽ ആദ്യമുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇത്തരം ഹെലികോപ്റ്ററുകൾ അത് തീ അണയ്ക്കാനായി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഈ കാട്ടുതീ പ്രദേശങ്ങളിൽ വെള്ളം തളിക്കുക എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ക്രാഷ് ഉണ്ടാവുകയും ഹെലികോപ്റ്റർ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. മറ്റൊരു ദൃശ്യം ചണ്ഡിഗഡ്, പഞ്ചാബിലെ ചണ്ഡിഗഡ് എന്നാണ്. അവിടെ വലിയ പ്രളയമാണ്. ആ പ്രളയത്തിൽ ജീപ്പ് ഓടിച്ചു പോകാൻ ശ്രമിച്ച ഒരാൾ സാഹസികമായി ചെയ്തതാണ്. അവസാനം പണി മേടിച്ച ദൃശ്യങ്ങൾ കാണാം. ओ भाई साहब, अरे 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 पलट गई 2 बंदे। ओए 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 सीधे हो गए। ഇതോടെ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സംഭവിച്ചിട്ട്